പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച ചർച്ചയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച ദില്ലി പോലീസിന്റെ നടപടിയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷം. വിവരങ്ങളുമായി വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോഴും ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പാവന്തിക ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചത്. ഏതായാലും പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 152ഓളം തവണയാണ് ചോദ്യപേപ്പർ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 152ഓളം തവണയാണ് ചോദ്യപേപ്പർ ചോർന്നത്. അതോടൊപ്പം തന്നെ NDA എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടാണ് എന്തായാലും പ്രതിപക്ഷം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് കോൺഗ്രസ് അംഗമായിട്ടുള്ള ഗൗരവ് ഗൊഗോയാണ്. ഗൗരവ് ഗൊഗോയ് കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ 20-ാം തീയതി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ദില്ലി പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ അതിക്രമം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എതിരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അതോടൊപ്പം തന്നെ ബീഹാറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ AK-47 ഉപയോഗിക്കാനൊക്കെ ആരാണ് ഉത്തരവ് നൽകിയത്? ആരുടെ ഉത്തരവ് പ്രകാരമാണ് ദില്ലി പോലീസും ബീഹാർ പോലീസും ഒക്കെ തന്നെ ഇത്തരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് എന്നതടക്കമുള്ള നിരവധി വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ്. ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ 22ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരുന്നു. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന വലിയ വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി 11 മണിവരെ ലോക്സഭാ നടപടികൾ ഉണ്ടാകും. അതിനുശേഷം നാളെ സഭയിൽ ബില്ല് പാസ്സാക്കും. നാളെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ സംസാരിക്കുകയും ചെയ്യും. അവന്തിക.